Hey hello guys, welcome back to our channel. So ഇന്ന് നമ്മൾ നോക്കുന്നത് ജുജുത്സു കൈസൻ എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 2 17ാമത്തെ എപ്പിസോഡാണ്. സോ ഈ എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോട്ട് സമയമില്ലാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. യൂജി, നീ നിന്റെ കഴിവ് ഉപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കണം എന്ന് യൂജിയുടെ മുത്തശ്ശൻ യൂജിയോട് പറയുന്ന ഒരു സീൻ കാണിക്കുന്നു. പിന്നീട് എന്തോ ആലോചിച്ച് നിൽക്കുന്ന സൂക്കുണേനെയാണ് കാണുന്നത്. എന്റെ ഈ 10 ഷാഡോ ടെക്നിക്കില് ആദ്യം 2 ഡീമൺ ഡോഗ്സിനെ മാത്രമാണ് കിട്ടുക. അതിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നത് വരെ വേറെ ഒരു ഷീക്കുഗാമിയെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഷീക്കുഗാമിയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുമ്പോ അവരുടെ കയ്യിലുള്ളത് അവർ ഉപയോഗിച്ചേ പറ്റൂ. അങ്ങനെ വേണം അവൻ 10 ഷീക്കുഗാമിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കേണ്ടത് എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുഷിഗ്രോ. സംസാരിച്ചു തീർന്നോ? നിങ്ങൾ എത്രത്തോളം ചെറിയ പിള്ളേരാണെങ്കിലും നീയും ആ പെണ്ണും നല്ല രീതിക്ക് പവർഫുൾ ആണ്. എത്രയൊക്കെ അടികൊണ്ടാലും എന്നെ അവരുടെ അടുത്തോട്ട് അടുപ്പിക്കില്ല. പക്ഷെ നിനക്ക് ഇത്രയൊക്കെ അടികൊണ്ട സ്ഥിതിക്ക് ഞാനായിട്ട് നിന്നെ ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അറൂട്ട പറഞ്ഞു തീർന്നതും ഫുഷിഗ്രോ താഴെ വീഴുന്നു. പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാ പല ആളുകളെയും നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷേ എന്നെ കൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല എന്ന് ഫുഷിഗ്രോ പറയുന്നു. പെട്ടെന്ന് തന്നെ ഹറൂട്ടയുടെ പുറകിൽ നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നു. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഷീക്കുഗാമിയെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ആ ഷീക്കുഗാമിയെ എത്ര പ്രാവശ്യം വേണമെങ്കിലും അതിന്റെ ലോകത്തു നിന്നും കൊണ്ടുവരാം. സോസറേഴ്സിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഇതിനെ ഇതുവരെ ആരും കൺട്രോൾ ചെയ്തിട്ടില്ല എന്ന് ഫുഷിഗ്രോ പറയുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഗോജോ ക്ലാനും ജെനിൻ ക്ലാനും എപ്പോഴും ഫൈറ്റ് ചെയ്യുന്ന എന്താണെന്നറിയോ നിനക്ക് എന്ന് ഗോജോ ഫുഷിഗ്രോയോട് ചോദിക്കുന്നു. ഓ, അവര് ഫൈറ്റ് ചെയ്യുന്ന കാര്യം തന്നെ എനിക്ക് ഇപ്പോഴാ അറിയുന്നേ എന്ന് ഫുഷിഗ്രോ പറയുന്നു. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഇഡോ കാലഘട്ടോ അതോ കീച്ചി കാലഘട്ടോ ആണോ എന്ന് എനിക്ക് ശരിയായിട്ട് ഓർമ്മയില്ല. ഏതോ ഒരു കാലത്തുള്ള ലീഡർ വെറുതെ തമാശക്ക് തുടങ്ങിയ ഒരു ഫൈറ്റ് അത് സീരിയസ് ആക്കി മാറ്റി. ആ ഫൈറ്റിൽ മരിച്ചും പോയി. അതിലൊരുത്തൻ എന്നെ പോലെയായിരുന്നു. അവന് 6 ഐസും ലിമിറ്റ്ലെസ് ടെക്നിക്കും ഉണ്ടായിരുന്നു. എതിരെ നിൽക്കുന്നവൻ നിന്നെ പോലെ ആയിരുന്നു മെഗുമി. നിന്റെ അതേ ടെക്നിക്കും ആയിരുന്നു. 10 ഷാഡോ ടെക്നിക്കോ? അതെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ഗോജോ മെഗുമിയോട് ചോദിക്കുന്നു. നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റുന്ന അത്രയും പവർഫുൾ ആയിട്ട് എന്നെ കൊണ്ട് മാറാൻ പറ്റുമെന്നാണോ? എന്റെ ക്ലാനിന്റെ ലീഡർ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അത് ഉപയോഗിച്ചെന്ന് എനിക്ക് തോന്നുന്നു. സീക്രട്ട് ട്രഷർ സ്വിംഗ് റൺ റിംഗ് എന്ന് ഫുഷിഗ്രോ പറഞ്ഞതും ഒരുപാട് ദൂരെ നിൽക്കുന്ന സൂക്കുണയ്ക്ക് എന്തോ പോലെ തോന്നുന്നു. ഒരു ജോലിയുണ്ട്, അധികം ടൈം ഒന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ വരും. വരുമ്പോ സ്വതന്ത്രനായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് എല്ലാം റെഡിയാക്കി വെച്ചേക്ക്, നിന്നെ പിന്നെ കാണാം ഒറായുമി എന്നും പറഞ്ഞുകൊണ്ട് സൂക്കുണ അവിടെ നിന്നും പോകുന്നു. അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. ജനറൽ മാക്കോറ എന്ന് പറയാണ് ഫുഷിഗ്രോ. സോ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഷീക്കുഗാമിയായ മാക്കോറ അങ്ങോട്ട് വരുന്നു. എന്നോട് ക്ഷമിക്കേറ്റോരി. എടാ പ്രാന്ത, ആദ്യം ഞാനായിരിക്കും ചാവ. എന്തായാലും നിനക്ക് ഓൾ ദ ബെസ്റ്റ് എന്ന് ഫുഷിഗ്രോ പറഞ്ഞു തീർന്നതും മാക്കോറ ഫുഷിഗ്രോയെ ഒറ്റ അടി അങ്ങ് അടിക്കുന്നു. ഫുഷിഗ്രോ തെറിച്ചു പോയി വീഴുന്നു. വേണ്ട വേണ്ട, എഴുന്നേക്കടാ, എഴുന്നേക്കടാ, എടാ പ്രാന്തി എഴുന്നേക്ക്, അയ്യോ എന്ന് പറഞ്ഞു തീർന്നതും ഹറുട്ടയെ ഒറ്റ അടി അടിക്കുവാണ് മാക്കോറ. ഹറുട്ട ഷിഗമോയുടെ കേഴ്സ് ടെക്നിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ ഓർമ്മകളിൽ നിന്നും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മറഞ്ഞു പോയി അത് ശേഖരിക്കും. അതാണ് അവന്റെ കണ്ണിനടിയിൽ കാണുന്ന മാർക്ക്. അവന്റെ ജീവന് ആപത്ത് വരുന്ന സമയത്ത് അതിൽ നിന്നും ഓരോ അടയാളം മാഞ്ഞു പോകും. അതുകൊണ്ട് മരിച്ചാലും അവന്റെ ആ മാർക്ക് വീണ്ടും അവന് ജീവൻ കൊടുക്കും. പക്ഷേ സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഈ ടെക്നിക്കിനെ പറ്റി അവന് പോലും അറിയില്ല. സോ അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. ഹറൂട്ടേനെ ഇപ്പൊ സൂക്കുണ വളരെ സേഫ് ആയിട്ട് പൊക്കി അവിടെ നിന്നും രക്ഷിച്ചിരിക്കുന്നു. അടികൊണ്ട് കിടക്കുന്ന ഫുഷിഗ്രോയെ നോക്കി സൂക്കുണ സസ്പെൻഡ് ആനിമേഷനോ അതെന്തായാലും നന്നായി. ഇവനെ പോലെ ഒരു വേസ്റ്റിനെ രക്ഷിച്ച് നല്ല കാര്യം തന്നെയാ ചെയ്ത്. ഇവനെങ്ങാനും മരിച്ചു പോയിരുന്നെങ്കിൽ ഈ കൺട്രോൾ ചെയ്യുന്ന ചടങ്ങ് ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിൽ മിഗുമി ഫുഷിഗ്രോ മരിച്ചുപോയനെ. മരിക്കലടാ, കാരണം നിന്നെ കൊണ്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സൂക്കുണ തന്റെ റിവേഴ്സ് കേസ് ടെക്നിക്ക് യൂസ് ചെയ്ത് ഫുഷിഗ്രോയുടെ മുറിവുകൾ ചെറുതായിട്ട് മാറ്റി കൊടുക്കുന്നു. മിഗുമി ഫുഷിഗ്രോ മരിക്കാണ്ടിരിക്കാൻ പുറത്തുനിന്ന് വന്ന ഒരാളായിട്ട് ഞാൻ ഇതിനെ തോൽപ്പിക്കണം. ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു ചടങ്ങ് ഞാൻ ചോരക്കളിയാക്കി മാറ്റണം
നീയാണോ ഞാനാണോ പവർഫുൾ എന്ന് നമുക്കൊന്ന് നോക്കാം എന്ന് സൂക്കണ മാക്കോറയോട് പറയുന്നു. പെട്ടെന്ന് തന്നെ മാക്കോറ തന്റെ കയ്യിലൊരു സോഡ് കൊണ്ടുവന്ന് സൂക്കണയെ അറ്റാക്ക് ചെയ്യുന്നു. അത് തടയുന്ന സൂക്കണ തിരിച്ച് മാക്കോറയും പീസ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതേ സമയം മാക്കോറയും സൂക്കണയെ അറ്റാക്ക് ചെയ്യുന്നു. രണ്ടുപേരുടെ അറ്റാക്കിംഗ് ഫോഴ്സ് കാരണം രണ്ടുപേരും തെറിച്ചു പോകുന്നു. ഒരു തിയേറ്ററിന്റെ അകത്തോട്ടും തെറിച്ചു പോയ സൂക്കണ ഒരു പോപ്കോണും കൂൾ ഡ്രിങ്ക്സും കുടിച്ചുകൊണ്ട് അതിൽ നിന്നും ഇറങ്ങി വരുന്നു. ആ സോഡ് അത് എക്സോസിസത്തിന് വേണ്ടി ആത്മാക്കൾ ഉപയോഗിക്കുന്നതാണ്. റിവേഴ്സ് കേഴ്സ് ടെക്നിക്കിൽ നിന്നും പുറത്തു വരുന്ന അതേ പോസിറ്റീവ് എനർജി തന്നെ കിട്ടുന്നുണ്ട്. ഞാനൊരു കേഴ്സ് സ്പിരിറ്റ് ആയിരുന്നെങ്കിൽ ആദ്യത്തെ അടിയിലേനെ എന്റെ കഥ തീർന്നേനെ എന്ന് പറയുവാണ് സൂക്കുണ. പെട്ടെന്ന് തന്നെ മാക്കോറ സൂക്കുണയെ കയറി പിടിക്കുന്നു. അവിടെയുള്ള ചുമരിലെല്ലാം അവന്റെ മോന്ത വെച്ച് ഉരക്കുന്നു. അങ്ങനെ സൂക്കുണയെ വെച്ച് ഒറ്റയേറിയുവാണ് മാക്കോറ. വാടാ എന്ന് സൂക്കണ പറയുന്നു. സോ മാക്കോറ സൂക്കണെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ഒഴിഞ്ഞു മാറുവാണ് സൂക്കണ. ഒരവസരം കിട്ടിയപ്പോ സൂക്കണ അവന്റെ മോന്തക്കിട്ടൊരു ചോട്ട് കൊടുക്കുന്നു. എന്ന മാക്കോറ അവനെ പിടിച്ച് വലിച്ചെറിയുന്നു. പെട്ടെന്ന് തന്നെ സൂക്കണ അവന്റെ ഒരു കാലങ്ങ് വെട്ടിക്കളയുന്നു. അങ്ങനെ മാക്കോറയും സൂക്കണയും നല്ല രീതിക്ക് എന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മാക്കോറ ചെയ്യുന്ന എല്ലാ പഞ്ചും സൂക്കണ വളരെ സിമ്പിൾ ആയിട്ട് എന്നെ തടയുന്നു. അതിന്റെ ആ എനർജി കാരണം ചുറ്റുണ്ടായിരുന്ന ബിൽഡിംഗ് എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നു. അങ്ങനെ സൂക്കുനയുടെ അടിയിൽ കാറുകളെല്ലാം പാർക്ക് ചെയ്യുന്ന ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ പോയി വീണ മാക്കോറ അവിടെ ഉണ്ടായിരുന്ന കാറുകളൊക്കെ സൂക്കുനക്ക് നേരെ എറിയുന്നു. പെട്ടെന്ന് തന്നെ സൂക്കുന മാക്കോറയുടെ തല രണ്ടായിട്ട് കട്ട് ചെയ്യുന്നു. എന്നാൽ മുറിഞ്ഞു പോയ തല താഴെ വീഴാതെ മാക്കോറ പിടിച്ചു വെക്കുവാണ് കുറച്ചു നേരം. സോ അത് പഴയതുപോലെ ആവുന്നു. ഇത് കണ്ടുകൊണ്ട് സൂക്കുന അങ്ങോട്ട് വരുന്നു. ഓ, നീ ഇപ്പൊ എന്തോ ചെയ്തില്ലേ എന്ന് സൂക്കണ ചോദിക്കുന്നു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ബിൽഡിംഗ് എല്ലാം പൊട്ടിത്തെറിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. ഇതേ സമയം ഹീനുമാക്കി ബാരിയറിന്റെ അകത്തുണ്ടായിരുന്ന ആളുകളൊക്കെ ഒരു ബിൽഡിങ്ങിന്റെ അകത്ത് സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. അവരെല്ലാം തന്നെ ആ ശബ്ദം കേൾക്കുകയും ചെയ്യുന്നു. ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് ഹറൂട്ട അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ അവന്റെ മുമ്പിലോട്ട് പെട്ടെന്ന് ഒരു കാറ് വന്നു വീഴുന്നു. നോക്കുന്ന സമയത്ത് സൂക്കണയും മാക്കോറയും അവിടെ മാരകമായിട്ടുള്ള ഫൈറ്റിങ്ങിലാണ്. മനുഷ്യരെ സേഫാക്കി വെച്ച ബിൽഡിങ്ങിന്റെ ഇടയിലൂടെയൊക്കെ അവർ തെറിച്ചു വീഴുന്നുണ്ട്. സോ ഒരു ചാൻസ് കിട്ടിയ സമയത്ത് സൂക്കണ മാക്കോറയെ അറ്റാക്ക് ചെയ്യുന്നു. ശരീരം മൊത്തം പരിക്കേറ്റ മാക്കോറ ഒന്ന് എഴുന്നേക്കാൻ പോലും പറ്റാതെ താഴെ കിടക്കുന്നു. ഓ, ഇത് വളരെ വിചിത്രമായിട്ടുണ്ടല്ലോ എന്ന് സൂക്കണ പറഞ്ഞു തീർന്നതും റിവേഴ്സ് കേഴ്സ് ടെക്നിക്ക് യൂസ് ചെയ്ത് പഴയതുപോലെ ചാടി എഴുന്നേക്കുവാണ് മാക്കോറ. മാക്കോറയുടെ കയ്യിലുള്ള സോഡ് ഉപയോഗിച്ച് സൂക്കണയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ സൂക്കണയുടെ കഴുത്തിൽ പെട്ടെന്ന് അവന്റെ വാ വരുവാണ്. ആ സോഡ് കടിച്ചങ്ങ് പൊട്ടിക്കുന്നു. പെട്ടെന്ന് മാക്കോറയെ സൂക്കണ അറ്റാക്ക് ചെയ്യുന്നു. തെറിച്ചുപോയ മാക്കോറ അവന്റെ തലയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്ന ഒരു ചക്രം പോലെയുള്ള സാധനം കറക്കി അവന്റെ ശരീരം വലുതാക്കുന്നു. അങ്ങനെ മാക്കോറ സൂക്കണയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. രണ്ടുപേരും കട്ടക്ക് നിൽക്കുവാണ്. അവിടെ ഉണ്ടായിരുന്ന ബിൽഡിംഗ് എല്ലാം പപ്പടം പോലെ പൊടിച്ചു കളയാണ് രണ്ടുപേരും. ബിൽഡിങ്ങിലുണ്ടായിരുന്ന മനുഷ്യരെല്ലാം ബിൽഡിംഗിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. സിറ്റിയിലുണ്ടായിരുന്ന ഒരു ട്രെയിൻ വരെ കയറ് പോലെ ആക്കി സൂക്കണ അവനെ അറ്റാക്ക് ചെയ്യുന്നു. കയ്യിൽ കിട്ടിയ ബസ്സും കാറും എന്തിന് ട്രെയിൻ വരെ മാക്കോറ എടുത്തെറിയുന്നു. പിന്നീട് മാക്കോറ മറ്റു മനുഷ്യരെല്ലാം ഉണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിലോട്ട് സൂക്കണയെ എടുത്തെറിയുന്നു. കണ്ടുപിടിച്ചോ, എന്റെ ടെക്നിക്ക് നീ കണ്ടുപിടിച്ചോ എന്ന് പറഞ്ഞ് സൂക്കണ അവന്റെ ഒരു കൈ അങ്ങ് വെട്ടിക്കളയുന്നു. എന്ന മാക്കോറ അത് പെട്ടെന്ന് തന്നെ റീജനറേറ്റ് ചെയ്ത് തലക്ക് മുകളിലുള്ള ചക്രം കറക്കി വീണ്ടും വലുതാകുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിന്റെ പാതി തന്നെ പറിച്ചെടുത്ത് മാക്കോറ സൂക്കണക്ക് നേരെ എറിയുന്നു. എന്നാൽ സൂക്കണ അതെല്ലാം പൊടിയാക്കി ഒരു മഴ പെയ്യുന്നത് പോലെ അതിന്റെ അടിയിൽ നിൽക്കുന്നു. ഇതേ സമയം പറന്നുകൊണ്ടിരിക്കുന്ന ഒരു എയറോപ്ലെയിൻ കത്തിപ്പിടിച്ച് താഴോട്ട് വീഴുന്നു. അത് പൊട്ടിത്തെറിച്ച് അതിന്റെ ഫോഴ്സിൽ ഒരു പൂളിലോട്ട് തെറിച്ച് വീഴുവാണ് മാക്കോറ. അവന്റെ മുകളിലൂടെ ഒരു ടെലിഫോൺ ടവറും വീഴുന്നു. സോ അതിനകത്തു നിന്നും പുറത്തു വരാൻ പറ്റാത്ത മാക്കോറ ആ വെള്ളം തന്നെ പൊട്ടിത്തെറിപ്പിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് മാക്കോറ സൂക്കണയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. ഇത് മനസ്സിലാക്കിയ സൂക്കണ ആ ഷിബുയ സിറ്റിയെയും ചേർത്ത് മാക്കോറയെ അറ്റാക്ക് ചെയ്യുന്നു. അലുവ കഷ്ണങ്ങൾ പോലെ ആയ മാക്കോറ പെട്ടെന്ന് തന്നെ തന്റെ ശരീരം റീജനറേറ്റ് ചെയ്യുന്നു. ഞാനിത് വിചാരിച്ചതാടാ, എന്റെ ഓരോ അടിയും നീ ഫോളോ ചെയ്യുവാണല്ലേ. ഇതെല്ലാം നിന്റെ തലയ്ക്ക് മുകളിലുള്ള ആ ചക്രം കറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് സംഭവിക്കുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള മന്ത്രശക്തിയും നിന്റെ തലയ്ക്ക് മുകളിൽ കറങ്ങുന്ന ആ ചക്രവും ഒരുമിച്ച് ജോലി ചെയ്യുന്നുണ്ട്. ഒരേ ഒരു അടിയാണെങ്കിലും അത് വളരെ പവർഫുൾ ആയിട്ട് തരാനാണ് നീ ശ്രമിക്കുന്നത്. ഞാൻ മുൻപുണ്ടായിരുന്ന പോലെ ആയിരുന്നെങ്കിൽ നിനക്കൊരു പക്ഷെ എന്നെ തോൽപ്പിക്കാൻ സാധിച്ചേനെ. എന്നാ നിന്റെ അവസ്ഥ ആലോചിച്ച് എനിക്ക് ഒരുപാട് കഷ്ടം തോന്നുന്നു മിഗുമി. ഡൊമൈൻ എക്സ്പാൻഷൻ മലവലൻ കിച്ചൺ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡൊമൈൻ ക്രിയേറ്റീവ് ആണ് സൂക്കുണ അവിടെ മലവലൻ കിച്ചൺ എന്ന ഡൊമൈൻ മറ്റു ഡൊമൈൻ പോലെയല്ല. കാരണം ഇതൊരു ചുമരിനകത്ത് നടക്കുന്ന കാര്യമല്ല. ചുമരുകൾ ഇല്ലാത്തത് കൊണ്ട് ഡൊമൈനിന്റെ പുറത്തു കടന്നാൽ രക്ഷപ്പെടാം എന്നുള്ളൊരു സ്ട്രാറ്റജി ഇവിടെ വർക്കാവില്ല. സോ ആ അന്തരീക്ഷമാണ് അവിടെ ഡൊമൈൻ ആയിട്ട് പ്രവർത്തിക്കുന്നത്. ചില ആളുകൾക്ക് മാത്രം ആ ഡൊമൈൻ കാരണം ഒന്നും സംഭവിക്കരുത് എന്നുള്ള ഒരു കരാറുള്ളത് കൊണ്ട് അതിന്റെ റേഞ്ച് ഏകദേശം 700 മീറ്റർ ആയിരിക്കും. എന്നാൽ ആ ഡൊമൈൻ്റെ അകത്ത് ഫുഷുഗ്രോ പെടരുതെന്ന് വിചാരിച്ച് വെറും 140 മീറ്റർ ചുറ്റളവിലാണ് ആ ഡൊമൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. മലവലൻ കിച്ചൺ എന്ന ഈ ഡൊമൈൻ അതിന്റെ ആ റേഞ്ചിലിരിക്കുന്ന എല്ലാവരെയും ഇല്ലാതാക്കും. മക്കാറോയെ ഇല്ലാതാക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ.
അതിന്റെ മതിയായ കുറവുകൾക്ക് അഡാപ്റ്റ് ആവുന്നതിന് മുൻപ് പല മതിയായ കുറവുകളും നടത്തി അതിനെ ഇല്ലാതാക്കുന്നതാണ്. എന്നാൽ ഡൈസെപ്റ്റിന് അഡാപ്റ്റ് ആവാൻ കഴിയുന്ന മക്കോറയെ കൊണ്ട് സൂക്കുണയുടെ ഈ ടെക്നിക്കിലും അഡാപ്റ്റ് ആവാൻ പറ്റുമോന്ന് പറയാൻ പറ്റില്ലല്ലോ. മക്കോറയുടെ അവസാനം ഏകദേശം അടുത്തു കഴിഞ്ഞു. സോ അങ്ങനെ സൂക്കുണ തന്റെ ബാരിയറിനകത്തുണ്ടായിരുന്ന എല്ലാത്തിനെയും കത്തിച്ച് ചാമ്പലാകുന്നു. വളരെ പവർഫുൾ ഷീക്കുഗാമിയായിട്ടുള്ള മക്കോറയും അവിടെ കത്തി ചാമ്പലാകുന്നു. ഒരു നരകൻ തന്നെ തന്റെ കൺമുമ്പിൽ വെച്ച് കത്തിയെറിയുന്നത് കണ്ടുകൊണ്ടിരിക്കുവാണ് ഹാറൂട്ട. അതൊന്നും അവനെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാം കഴിഞ്ഞ് സൂക്കുണ അവന്റെ അടുത്തോട്ട് വരുന്നു. എന്താടാ നോക്കി നിൽക്കുന്നേ, ഓർഡറാ എന്ന് അവനോട് പറയുന്നു. സോ തന്റെ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അറൂട്ട അവിടെ നിന്ന് ഓടുന്നു. എന്നാ ഓടിക്കൊണ്ടിരിക്കുന്ന അവന്റെ ശരീരം രണ്ടായി മുറിയുന്നു. സോ സൂക്കുണ അവനെ കൊന്നുകളയുന്നു. സോൻ കെന്റോ നനാമിയുടെ കൂടെ ഉണ്ടായിരുന്ന ഫൈറ്റിൽ അവന്റെ ടെക്നിക്സ് എല്ലാം തീർന്നു പോകുന്നു. അതുകൊണ്ട് ഇനി അവൻ ജീവനോടെ വരില്ല. ഓ സമയമായല്ലോ എന്ന് സൂക്കുണ പറയുന്നു. സോ പെട്ടെന്ന് തന്നെ പ്രിൻസിപ്പിളും ഷോക്കോയും നിൽക്കുന്ന സ്ഥലത്തോട്ട് ഫുഷിഗ്രോ വരുന്നു. സോ സൂക്കുണയായിരുന്നു അവനെ അവിടെ കൊടുന്നാക്കിയത്. അങ്ങനെ സംഭവം നടന്ന സ്ഥലത്തോട്ട് തിരിച്ചു വന്ന സൂക്കുണ, ഡേ മോനുസേ ഈ കാഴ്ചയൊക്കെ കണ്ട് ഒന്ന് എൻജോയ് ചെയ് എന്ന് പറഞ്ഞ സൂക്കുണ ശരീരം യൂജിക്ക് തന്നെ വിട്ടുകൊടുക്കുന്നു. കണ്ണു തുറക്കുന്ന യൂജി കാണുന്നത് ഷിബുയ എന്ന സിറ്റി തന്നെ അവിടെ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നതാണ്. ഇതേ സമയം സൂക്കുണ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം ഒരു നിമിഷം അവന് ഓർമ്മ വരുന്നു. അതൊക്കെ കണ്ട് യൂജി അവിടെ ഒമിറ്റ് ചെയ്യുന്നു. ചത്തുപോടാ, ചാവ്, എന്തിനാ ഇനിയും ജീവനോടെ ഇരിക്കുന്നേ, ചാവടാ എന്നും പറഞ്ഞ ദേഷ്യത്തോടെ നിൽക്കുവാണ് യൂജി. ഇല്ല, എനിക്ക് പോരാടണം, എനിക്ക് ഫൈറ്റ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഞാനൊരു കൊലപാതകയായിട്ട് മാറും എന്ന് യൂജി പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് തന്റെ പകുതി ശരീരം കത്തിയെരിഞ്ഞു പോയ നിലയിൽ നടന്നു പോകുന്ന കെന്റോ നനാമിനെയാണ്. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്രത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.